ഹായ്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയിട്ട് രാവിലെ പ്രത്യേകിച്ച് പ്രോഗ്രാമുകളൊന്നും ഇല്ല. അപ്പം ഇന്ന് ചെറിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പം രാവിലെ ഞാൻ തയ്ക്കാനൊരു കടയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ആ കടയിലെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പോകുന്ന വഴി അടുത്ത ഒരു അമ്പലമുണ്ട്, അവിടെ നിന്ന് കയറി തൊഴണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിൽ ഒരിക്കൽ കൂടി സ്വാഗതം. അമ്പലത്തിൽ ചെന്നതിന് ശേഷം വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന കുറച്ച് ചെടികളാണിത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പൂവറിച്ച് ഒരു മാല കെട്ടിക്കൊണ്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഒരുപാട് ചെടികളൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യം കുറച്ച് ചെടികളുണ്ട്. അപ്പോൾ കൂടുതലും ഞാൻ ഇതിൽ പൂ ഉപയോഗിക്കുന്നത് മാല കെട്ടാൻ വേണ്ടിയിട്ടാണ്. അമ്പലത്തിൽ എന്നും മാല കെട്ടുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ആ ചെടികൾ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും പൂക്കളാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു മാല കെട്ടാമെന്ന് വിചാരിച്ച് മാല കെട്ടാൻ പോവാണ്. പുറത്ത് നല്ല മഴയുണ്ട്, ഇപ്പോഴും നല്ല മഴയാണ്. അപ്പം മാലയൊക്കെ കെട്ടിക്കഴിഞ്ഞു. മഴയൊന്ന് തോരുമ്പോഴത്തേനും അമ്പലത്തിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ കിട്ടിയ മാലയാണിത്. ഇതിനകത്ത് ശംഖുപുഷ്പമാണ് ചേർത്തേക്കുന്നത്. ശംഖുപുഷ്പം ഇവിടെ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ റെഡിയായി കഴിഞ്ഞു. ആദ്യം അമ്പലത്തിലൊന്ന് കയറാം, കയറിയതിന് ശേഷം കടയിലേക്ക് പോവാം. അപ്പം ഇന്നലത്തെ പോലെ തന്നെ ഇന്നും മഴയാണ്. മഴയാണെങ്കിൽ അമ്പലത്തിൽ പോകുകയാണ്. അപ്പോൾ അമ്പലത്തിൽ ചെന്നിട്ട് വീണ്ടും കാണാം. ഇതാണ് അമ്പലത്തിലേക്ക് പോകുന്ന വഴി. നമ്മുടെ വീടിനടുത്ത് തന്നെ ഉള്ളൊരു അമ്പലമാണ്. ഞാൻ എല്ലാ ദിവസവും പോകാറുണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ പേര് മങ്ങാട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം എന്നാണ്. ഒരു കുടുംബക്ഷേത്രം കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശമാണ് നമ്മൾ ഈ കാണുന്നത്. അത് കറങ്ങി അങ്ങ് അപ്പുറത്ത് ചെല്ലണം. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് പറയുന്നത്. അപ്പം ക്ഷേത്രത്തിനകത്തോട്ട് ഒരു വീഡിയോ ഒന്നും അലൗഡല്ല. അപ്പം ഞാനിപ്പോൾ വീഡിയോ നിർത്തുകയാണ്. ഇതാണ് ഞാൻ തയ്ക്കാനായിട്ട് പോകുന്ന കട. ഞാൻ തയ്യൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഹാബി കളക്ഷൻസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അവിടെ 2 മുറിയിലാണ് കടയുള്ളത്. അതിൽ ഒരു മുറി നല്ല കളക്ഷൻസാണ്, സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഒരു മുറിയിലാണ് ഞങ്ങളൊരു 4-5 പേര് സ്റ്റിച്ചിങ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിനകത്തിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പം ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ്.